അല്ല എന്നാ പിന്നെ സുശീല ലേറ്റാക്കണ്ട. ഞങ്ങൾക്ക് ഒന്ന് പുറത്തു പോകണം, ഒരു ഫംഗ്ഷൻ ഉണ്ട്. അയ്യോ സാറേ, അപ്പൊ ഞാനിനി എങ്ങോട്ട് പോവും? ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പോകുമ്പോ ഞാൻ ഈ വീടിന് കാവലിരുന്നോളാം. ഇവിടെ ആരുടെയും കാവലൊന്നും ആവശ്യമില്ല സുശീലേച്ചി. ഗേറ്റ് അടച്ചാ ആരും ഇങ്ങോട്ട് കേറില്ല. പോരാത്തതിന് CCTV ഉണ്ട്. ഓ അല്ല, പക്ഷെ എനിക്കിപ്പോ പോകാൻ വേറെ ഇടമില്ല സാറേ. അല്ലെങ്കിൽ പണ്ടത്തെ മാതിരി ഞാനിവിടെ വീട്ടുജോലിക്കാരിയായി നിന്നോളാം. ഇപ്പോ ഇവിടെ ഒരു ജോലിക്കാരി ഓൾറെഡി ഉണ്ട്. അവൾക്കാണെങ്കിൽ കുടുംബം പോറ്റാൻ വേറെ വഴിയൊന്നുമില്ല. മാത്രമല്ല സുശീലയ്ക്ക് ഇപ്പൊ അങ്ങനെയുള്ള അവസ്ഥയൊന്നുമില്ലല്ലോ. സുശീല ആന്റിയുടെ പേരിലുള്ള വീടല്ലേ അത്? പിന്നെന്താ ആന്റി അവിടെ പോവാതിരിക്കുന്നത്? പോയാ ആന്റി അവിടെ നിന്ന് ആരെങ്കിലും ഇറക്കി വിടുവോ? ആരിറക്കി വിടാനാ? ഇപ്പോഴും സുശീലയെ ആരും ഇറക്കി വിട്ടിട്ടൊന്നുമില്ല. സുശീല തന്നെ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോന്നതല്ലേ. എനിക്കവിടെ നിൽക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ സാറേ? എന്നെ വേണ്ടാത്ത മക്കളുടെ കൂടെ ഞാനിതിനെ നിൽക്കുന്നു സാറേ. ആദ്യം അതിന് സുശീലയുടെ മക്കളെ വേണമെന്ന് വെക്കണം. അപ്പൊ അവർക്ക് സുശീലയും വേണമെന്ന് പറയും. ഇത്രയും കാലം നിന്റെ ഇഷ്ടത്തിന് നിന്റെ മക്കള് ജീവിച്ചില്ലേ? അവര് വളർന്നില്ലേ? ഇനിയുള്ള കാലം നീ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കേ. അപ്പൊ എല്ലാം ശരിയാവും, സമാധാനം ഉണ്ടാവും. ഓ, അപ്പോ സച്ചി സാറും എന്നെ അങ്ങ് കൈവിടുകയാണല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. തനിക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. പക്ഷേ അത് സ്വന്തം കുടുംബമായിട്ട് വഴക്കിട്ടുണ്ടാവരുത്. ഓ ഓ അതെ, സുശീല സ്വന്തം മക്കളെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ നാണം കെടുത്താതെ ഇപ്പൊ തന്നെ അവരുടെ അടുത്തേക്ക് തിരിച്ചു പോണം. ഇവിടെ എന്തായാലും നിനക്ക് തങ്ങാൻ പറ്റില്ല. ശരി സാറേ, എന്നെ ഓർത്ത് പേടിക്കണ്ട. ഇവിടുന്ന് ഞാൻ പൊയ്ക്കോളാം. സാറ് പറഞ്ഞ ഞാൻ പോയല്ലേ പറ്റൂ. പക്ഷെ എന്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോണോ വേണ്ടയോ എന്ന് അത് ഞാൻ തീരുമാനിച്ചോളാം. സുശീലയ്ക്ക് സച്ചിദാനന്ദ മുതലാളിയുടെ ഉപദേശം ആവശ്യമില്ല. ഇങ്ങോട്ട് കയറി വന്ന് എന്നെ പറഞ്ഞാ മതിയല്ലോ. അപ്പോ ഞാനങ്ങ് പോയേക്കുവാ. ഓ, മോളെ ചെന്ന കഥകം കടിച്ചേക്ക്. മുത്തച്ഛൻ്റെ ചക്രക്കുട്ട ഉറക്കമൊക്കെ കഴിഞ്ഞു. സുന്ദരക്കുട്ട, നമുക്കെന്ന് പാല് കുടിച്ചാലോടാ കണ്ണ. എന്താടാ മുത്തച്ഛനെ നോക്കണേ? എന്താ നോക്കണേ? ഒക്കെ മനുണ്ടോ? ഇനി ഉറങ്ങണ്ടാട്ടാ, ഇനി ഉറങ്ങണ്ട ബാവ. മോന്റെ അച്ഛൻ വന്നിട്ട് മോനോട് എന്തൊക്കെയാ പറഞ്ഞത്? മോന്റെ അച്ഛന് ഭാഗ്യം കൊണ്ടൊന്നും മോനാണത്രേ. ആണോടോ ബാവേ? നീയാണോ നിന്റെ അച്ഛനെ ഭാഗ്യവാനാക്കിയത്? ഇതൊന്നും ആ പുള്ളിക്കാരൻ കേൾക്കെ പറയല്ലേ അച്ഛ. അച്ഛനെ ഇതൊക്കെ വിശ്വസിക്കുന്നു അറിഞ്ഞാലേ അങ്ങേരുടെ നിലത്തൊന്നും നിൽക്കൂല. എന്തൊക്കെയോ ചില മാറ്റങ്ങൾ വിനയിൽ വന്നിട്ടുണ്ട്. അതില്ലാന്ന് പറയാൻ പറ്റില്ല. മോൾക്ക് അങ്ങനെ തോന്നിട്ടില്ലേ? ഓ ചില സമയങ്ങള് പുള്ളിക്ക് അനുകൂലമായിട്ട് വരുന്നത് അച്ഛ. അത് ബുദ്ധിപൂർവ്വം വിനിയോഗിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇന്നിവിടെ സംഭവിച്ചതാ. അല്ലെങ്കിൽ ആരും ഇല്ലാത്ത സമയത്ത് ഇവിടെ ഇങ്ങനെ അയാൾ എത്തിപ്പെടൂ? ശരിയാ. അവൻ ഭദ്രയും മാർച്ചയും ഉറക്കിയെന്നും അത് കഴിഞ്ഞ് നിനക്ക് ചായ ഇട്ട് തന്നു എന്നൊക്കെ അച്ഛൻ കേട്ടപ്പോ അച്ഛന് വലിയ അത്ഭുതം തോന്നുക. ഓ ഓ ഓ ഓ ഓ ഓ എന്റെ അത്ഭുതം അത് മാത്രമല്ല, അത്രയും സമയം നിനക്ക് വിനയനെ സഹിച്ചിരിക്കാൻ കഴിഞ്ഞു തന്നെ. നിങ്ങളിവിടെ ഒറ്റയ്ക്കായിരുന്നിട്ട് പോലും അവനെ കുറിച്ച് മോൾ ഒരു പരാതി പോലും പറഞ്ഞില്ല എന്നുള്ളതാ. ഞാൻ പേടിച്ചതൊന്നും സംഭവിച്ചില്ലെന്നേ ഉള്ളു അച്ഛ. ആളെ സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ. രഘുവേട്ടനെ അമ്പിളി ചേച്ചി അപ്പോഴേക്കും വന്നതുകൊണ്ട് കൂടുതൽ സഹിക്കേണ്ടി വന്നില്ലെന്ന് മാത്രം. ആ, വിനയന് ഇവിടുന്ന് പോവാൻ വലിയ മനസ്സൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ അവന്റെ വണ്ടിക്കൊരു സ്റ്റാർട്ടിംഗ് ട്രബിളും. അത് ശരിയാക്കാൻ വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി പോയിരിക്കുക. ഇനി അങ്ങേരിപ്പോ ആ പേരും പറഞ്ഞിവിടെ തങ്ങുവോ? ഇങ്ങനെ ഒരു പാട്ട വണ്ടി വാങ്ങാനാണോ അച്ഛൻ അയാൾക്ക് 2 ലക്ഷം രൂപ കൊടുത്തേ?
മോളോട് ഇതാരാ പറഞ്ഞത്? അവൻ തന്നെയാണോ പറഞ്ഞത്? അങ്ങേര് വണ്ടി ലോൺ എടുത്ത് വാങ്ങാൻ തീരുമാനിച്ചപ്പോ അതൊരു ബാധ്യതയാണെന്ന് പറഞ്ഞ് അച്ഛൻ 2 ലക്ഷം രൂപ കൊടുത്ത് സഹായിച്ചു എന്നാ എന്നോട്